ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് അവരുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് തന്നെ 9 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു തീവ്രത നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനെ ഒരുപാട് കീഴ്പ്പെടുത്തുന്നു. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിനൊരു വേദന തോന്നുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹം വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ ആക്കണമെന്നും അവരുടെ മനസ്സിന്റെ സ്നേഹം എത്രയും വേഗം നിങ്ങളിലേക്ക് നൽകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവരുടെ ക്യാരക്ടറിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കാനായിട്ടാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. കാരണം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഉയർച്ച കൊണ്ടുവരണം. കമ്മ്യൂണിക്കേഷൻ കാർഡ് ആണ് കിട്ടിയിരിക്കുന്നത്. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയമോ കാര്യങ്ങളോ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം പൂർണ്ണമായിട്ടും പരസ്പരം സംസാരിച്ച് സോൾവ് ചെയ്തതിന് ശേഷം അവരുടെ മനസ്സിന്റെ സ്നേഹം നിങ്ങളിലേക്ക് പകർന്ന് നിങ്ങളുടെ സ്നേഹം വീണ്ടും പഴയതുപോലെ തന്നെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സുമായിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു ചിന്തയിലാണ് അവരിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വരുന്ന തോട്ട്സ്.